ഫലം പുറത്തുവരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള രാഷ്ട്രീയ ബലാബലത്തിൽ നേട്ടം കൊയ്യേണ്ടത് മുന്നിലെ രാഷ്ട്രീയ ദൌത്യങ്ങൾക്ക് അനിവാര്യമാണ്. മൂന്നിടത്തും പോളിംഗ് കുറഞ്ഞത് മുന്നണികൾക്ക് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റായ ചേലക്കര നിലനിർത്താൻ കഴിയുമെന്നും പാലക്കാട് നിലവിലെ 3ാം സ്ഥാനത്ത് നിന്നും മുന്നോട്ട് വരുമെന്നും പ്രതീക്ഷയിലാണ് LDF. വയനാട് പ്രിയങ്കയ്ക്ക് 5 ലക്ഷം ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും പോളിംഗ് കുറഞ്ഞതോടെ 5 ലക്ഷം ലഭിക്കില്ലെന്ന് ഉറപ്പായി. ഡിസംബർ 10 നടക്കുന്ന തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ ഇടത് കൈയിലെ നടുവിരലിലാണ് മായാത്തമഷി പുരട്ടേണ്ടതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. നവംബർ 13, 20 തീയതികളിൽ സംസ്ഥാനത്ത് നടന്ന ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച വോട്ടർമാരുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷിയടയാളം പൂർണ്ണമായും മാഞ്ഞു പോകാനിടയില്ലാത്തതിനാലാണ് നിർദ്ദേശം നൽകിയത്. ഭരണഘടനയെ വിമർശിച്ചുള്ള പ്രസംഗത്തിൽ ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും പാർട്ടി സജി ചെറിയാനൊപ്പം. ഒരിക്കൽ രാജിവെച്ച സാഹചര്യത്തിൽ ഇനി രാജി വേണ്ടെന്ന നിലപാടിലാണ് CPIM. ഭരണഘടനയെ വിമർശിച്ചുള്ള പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെ അപ്പീൽ നൽകാൻ മന്ത്രി സജി ചെറിയാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. തേർഡ് പാർട്ടി അപ്പീൽ നൽകാമെന്ന ഉപദേശമാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് വിധിയെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. രാജിവെക്കില്ലെന്നാണ് സജി ചെറിയാന്റെ നിലപാട്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് UDFന്റെ തീരുമാനം. ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ അറസ്റ്റിലായ 3 വിദ്യാർത്ഥിനികളെ കോടതി റിമാൻഡ് ചെയ്തു. അലീന ദിലീപ്, AT അക്ഷിത, അഞ്ജന മധു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. 3 പേരെയും കോളേജ് കൌൺസിൽ സസ്പെൻഡ് ചെയ്തു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതകാലത്തേക്കാണ് സസ്പെൻഷൻ. മുനമ്പം ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ വിൽപ്പന നടത്തിയത് തെറ്റെന്ന് വഖഫ് സംരക്ഷണ സമിതി. വഖഫ് ഭൂമി വിൽപ്പന നടത്താൻ അനുവാദമില്ല. നിയമവിരുദ്ധമായി ഭൂമി വിൽപ്പന നടത്തിയതിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ മറുപടി പറയണമെന്നും സംരക്ഷണ സമിതി ഭാരവാഹി അൽതാഫ്. കേസിൽ വഖഫ് സംരക്ഷണ സമിതിയും ഫറൂഖ് കോളേജ് ഭൂമി വിട്ടു നൽകിയ സത്താർ സേഠിന്റെ കുടുംബവും ഇന്ന് ട്രൈബ്യൂണലിൽ ഹാജരായി കേസിൽ കക്ഷി ചേരണമെന്ന് ആവശ്യപ്പെട്ടു. കേസ് ഡിസംബർ 6 പരിഗണിക്കാനായി മാറ്റി. വടകര കാഫി സ്ക്രീൻഷോട്ട് കേസിൽ ഈ മാസം 25-നകം പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കാമെന്നായിരുന്നു 2 ആഴ്ച മുമ്പ് കേസ് പരിഗണിച്ചപ്പോൾ പോലീസ് കോടതിയിൽ നൽകിയിരുന്ന നിർദ്ദേശം. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുവെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ പുനർനിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനം 2219.033 കോടി രൂപ ആവശ്യപ്പെട്ടത് പരിഗണനയിലെന്ന് കേന്ദ്ര സർക്കാർ. ഈ മാസം 13-ന് സമർപ്പിച്ച പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ടിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ സഹായം നിഷേധിക്കുന്നുവെന്നാരോപിച്ച വയനാട്ടിൽ ഹർത്താൽ നടത്തിയതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഈ മാസം 19-ന് വയനാട്ടിൽ LDF UDF ഹർത്താൽ നടത്തിയതിനെയാണ് ഹൈക്കോടതി വിമർശിച്ചത്. നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്നും ഇത് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്നും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, KV ജയകുമാർ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി NN പിള്ള അന്തരിച്ചു. 100-ാം വയസ്സിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദില്ലി സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരളപ്രഭ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പിന് 2020-ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട്. 1951-ൽ ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായി ദില്ലിയിലെത്തി. 7 പതിറ്റാണ്ടുകാലം ദില്ലി മലയാളികൾക്കിടയിൽ സജീവ സാന്നിധ്യമായിരുന്നു ഓംചേരി NN പിള്ള. നടന്മാർക്കെതിരെ ഉന്നയിച്ച പരാതികളിൽ നിന്ന് പിന്മാറുന്നുവെന്ന് നടി. മുകേഷ് അടക്കം നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് പരാതിക്കാരിയായ നടി പറഞ്ഞു. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കുമെന്നും നടി പറഞ്ഞു. തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നും തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി തീവ്ര ന്യൂനമർദ്ദമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. 26-ാം തീയതി കഴിഞ്ഞാൽ മഴ കൂടുതൽ സജീവമായേക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മഹാരാഷ്ട്രയിൽ ചരടുവലികളും ചർച്ചകളും സജീവമാകുന്നു. തൂക്കുസഭയെന്ന സംശയമുള്ളതുകൊണ്ട് ഇരു മുന്നണികളും ചെറു പാർട്ടികളുമായും സ്വതന്ത്രരുമായും ചർച്ച നടത്തുകയാണ്. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന മുന്നണിക്കൊപ്പം നിൽക്കുമെന്ന് വഞ്ചിത് ബഹുജൻ അഘാഡി അധ്യക്ഷൻ പ്രകാശ് അംബേദ്കർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു.
കൈക്കൂലി കേസിൽ ചെയർമാൻ ഗൗതം അദാനിക്കും ഗ്രൂപ്പിലെ മറ്റുന്നതർക്കുമെതിരെ US നികുതി വകുപ്പ് കുറ്റപത്രം സമർപ്പിക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തതോടെ ഇന്നലെ തകർന്നടിഞ്ഞ അദാനി ഗ്രൂപ്പ് ഓഹരിയിൽ ഇന്ന് കരകയറ്റം. ഇന്നത്തെ വ്യാപാരം ഉച്ചയ്ക്കത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദാനി എനർജി സൊല്യൂഷൻ ഒഴികെയുള്ള കമ്പനികളുടെ ഓഹരികൾ നേട്ടത്തിലാണുള്ളത്. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാർ കൊലപാതകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്ന് കാനഡ പറഞ്ഞതായുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി കാനഡയുടെ ഔദ്യോഗിക പ്രതികരണം. മോദിക്കും ജയശങ്കറിനും ഡോവലിനും പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് കാനഡ വ്യക്തമാക്കിയത്. ഇത്തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റാണെന്നും കാനഡ ഔദ്യോഗികമായി പ്രതികരിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ദിനം അരങ്ങുവാണ് ബൌളർമാർ. ആദ്യ ദിനം മൊത്തം 17 വിക്കറ്റുകൾ വീണു. ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 150 റൺസിന് പുറത്തായപ്പോൾ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസീസ് ആദ്യ ദിനം കളി നിർത്തുമ്പോൾ 7 വിക്കറ്റിന് 67 എന്ന ദയനീയ അവസ്ഥയിലാണ്. 3 വിക്കറ്റ് മാത്രം ശേഷിക്കെ ഇന്ത്യൻ സ്കോർ മറികടക്കാൻ ഇനിയും 84 റൺസ് കൂടി വേണം. വെറും 17 റൺസിന് 4 വിക്കറ്റുകൾ വീഴ്ത്തിയ നായകൻ ജസ്പ്രീത് ബുംറയാണ് ആതിഥേയരെ തകർത്തത്.